നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അത്രയും സമാധാനപരമായിട്ടുള്ള വാർത്തയല്ല ഇന്നു മുതൽ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഒരു സമയം പോലും മഴ തോർന്നു നിന്ന ഒരു സമയം പോലും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മധ്യ കേരളത്തിൽ നിന്നും അതിശക്തമായ മഴയുടെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റെഡ് അലർട്ടാണ് പലയിടങ്ങളിലും. സംസ്ഥാനത്ത് അടുത്ത 24 മണിക്കൂറിൽ പ്രകൃതിയുടെ പ്രകോപനം അതിരൂക്ഷമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തെ പിടിച്ചുകുലുക്കി കനത്ത മഴ താണ്ഡവമാടുമ്പോൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ വിവിധ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. സാഹചര്യം അതീവ ഗുരുതരമായിരിക്കാൻ തുടർന്ന് കോഴിക്കോട്, മലപ്പുറം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, എറണാകുളം, കോട്ടയം എന്നീ 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കോലഹലമേട്ടിൽ കനത്ത മഴയെ തുടർന്ന് വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. മലവെള്ളപ്പാച്ചിലിലും മണ്ണിടിച്ചിലും പ്രദേശത്തെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. ആശയവിനിമയ സംവിധാനങ്ങളും പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും പ്രാദേശിക സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥ വൻ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മധ്യ കേരളത്തിൽ കലിതുള്ളി പെയ്യുന്ന മഴയിൽ നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. കോട്ടയത്ത് ഈ കൂട്ടിൽക്കൽ, അതുപോലെ തന്നെ മുണ്ടക്കയം മേഖലകളിലും പത്തനംതിട്ട, റാന്നി, കോന്നി ഭാഗങ്ങളിലും മലയോരങ്ങളിൽ ഉരുൾപൊട്ടിയെന്ന തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഏത് നിമിഷവും വൻ ദുരന്തം വിതയ്ക്കാവുന്ന രീതിയിലാണ് മലവെള്ളം കുതിച്ചെത്തുന്നത് എന്ന് വ്യക്തമാകുന്നു. ബെയിലി പാലം അടക്കം അതിനെ കവർന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ബെയിലി പാലത്തിന് മുകളിലൂടെയാണ് വെള്ളം ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. പലരും ആ ദൃശ്യങ്ങൾ കണ്ടു പറഞ്ഞു, 1 മണിക്കൂർ മുമ്പ് ആ പാലം കടന്നു വന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അതായത് നിമിഷ നേരം കൊണ്ടാണ് ഒരു ഗതി മാറിക്കൊണ്ടിരിക്കുന്നത്, മലവെള്ളത്തിന്റെ ആ ശക്തി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തിയാണ് 7 ജില്ലയിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം കടുപ്പിച്ചത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകളും നിലവിലുണ്ട്. ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും റവന്യൂ അധികൃതർ നിർദ്ദേശം നൽകി. പെരിയാർ, മൂവാറ്റുപുഴയാർ, മീനച്ചിലാർ, മണിമലയാർ, പമ്പ എന്നീ പ്രധാന നദികളിലെല്ലാം ജലനിരപ്പ് അപകടകരമായ അളവിന് മുകളിലാണ്. തീരത്തോട് ചേർന്ന് താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റി പാർപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്ക ഭീഷണി കണക്കിലെടുത്ത് നദിക്കരകളിലേക്ക് ആരും പ്രവേശിക്കരുതെന്ന് പോലീസ് താക്കീത് നൽകി. ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും പ്രധാന അണക്കെട്ടുകളിൽ ജലനിരപ്പ് അതിവേഗം ഉയരുകയാണ്. അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തോരാതെ പെയ്യുന്നതിനാൽ ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട് നദീ തീരങ്ങളിലുള്ളവർക്ക് വീണ്ടും അലേർട്ട് നൽകിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ ജലനിരപ്പ് പെട്ടെന്ന് ഉയരാൻ സാധ്യതയുള്ളതിനാൽ റവന്യൂ വകുപ്പ് രാത്രികാല നിരീക്ഷണം കടുപ്പിച്ചു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട് ജില്ലകളിലെ മലയോര പാതകളിലൂടെയുള്ള രാത്രി യാത്രയ്ക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ പ്രവേശിക്കുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് കാവൽ ശക്തമാക്കി. അപകട സാധ്യതയുള്ള മരങ്ങളും വൻ പാറകളും പാതയോരങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ദുരന്ത സമാനമായ സാഹചര്യത്തെ നേരിടാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ദേശീയ ദുരന്ത നിവാരണ സേനയും സുസജ്ജമായി തന്നെ രംഗത്തുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലേക്ക് കൂടുതൽ ടീമുകൾ NDRF ടീമുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വ്യോമസേനയോടും നാവികസേനയോടും അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ സജ്ജരായിരിക്കാൻ സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഏകോപനത്തോടെ സംസ്ഥാനത്തുടനീളം 100 കണക്കിന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ക്യാമ്പുകളിൽ ആവശ്യത്തിന് ഭക്ഷണവും കുടിവെള്ളവും മരുന്നും ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർ നടപടി സ്വീകരിച്ചു. മാസ്കും പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങളും ക്യാമ്പുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിൽ മലയോര മേഖലകളിലും നദീതീരങ്ങളിലും കഴിയുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണം. എല്ലാവരും സഹകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സുരക്ഷിതമായി ഇരിക്കുക. ഏത് നിമിഷവും പ്രകൃതിയുടെ ഒരു സ്വഭാവം മാറാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ടൗൺ ആണ് റാന്നിയിലെ പ്രധാനപ്പെട്ട ടൗൺ. ആ ടൗൺ വെള്ളത്തിലായി, ബസ് സ്റ്റാൻഡ് വെള്ളത്തിലായി. മാമുക്കുന്ന സ്ഥലത്ത് പത്തനംതിട്ട മൂവാറ്റുപുഴ പുന്നൂർ റോഡില് വെള്ളം കയറി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വാഹനം നമ്മുടെ മൂവാറ്റുപുഴ പുന്നൂർ റോഡില് ഒരു ഫാമിലി സ്റ്റക്കായി കിടക്കുകയാണ്. ആൾക്കാർക്ക് പുറത്തു വരാൻ കഴിയുകയാണ്. അപ്പം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ഉരുൾപൊട്ടലും മഴ തുടർച്ചയായിട്ടുണ്ട്. മഴ ഉണ്ടാക്കുന്ന ശല്യം വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വളരെ അലർട്ടായി. 2018 ഒരു പ്രളയം ഉണ്ടായി, വലിയ ദുരന്തമുണ്ടായ പ്രദേശമാണ് റാന്നി. ആ സാഹചര്യത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇട്ടിയപ്പാറ ടൗണിലാണ്.
അവിടെയാണ് ഇപ്പോൾ കൂടുതൽ വെള്ളം കയറിയിരിക്കുന്നത്. അത്തിക്കയം, പച്ചേരിക്കര, അതുപോലെ കുമ്പളം താനം തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലും വെള്ളം കയറി. വളരെ ഗുരുതരമായ സാഹചര്യമാണ്. ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ അലർട്ടാണ്. ജനങ്ങളും സേവനം. ഇപ്പൊ കൂടുതൽ ബോട്ടുകൾ ആവശ്യമായി വരും. കാരണം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കിടക്കുന്ന ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി ബോട്ടുകൾ ആവശ്യമായിട്ട് വരും. ഇവിടെ അങ്ങനെയുള്ള സംവിധാനമൊന്നും ഇല്ല. അപ്പൊ അത് ഞാൻ ജില്ലാ കളക്ടറോടും മറ്റ് ആൾക്കാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം സേവനങ്ങൾ നമുക്ക് ഫലപ്രദം ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കോന്നി പ്രദേശത്തെ ഉരുൾപൊട്ടലാണ് തേക്കുതോട് ഭാഗത്ത് ആ വെള്ളം കയറാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ സീതത്തോട്, തേക്കുതോട് ഭാഗത്ത് ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അത് കോന്നി നിയോജകമണ്ഡലത്തിന്റെ ഭാഗമാണ്. അവിടെ നിന്നുള്ള വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ റാന്നി ബസ് സ്റ്റാൻഡ് പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി. ബസ്സുകളെല്ലാം ഇവിടുന്ന് നീക്കി. കടകളെല്ലാം വെള്ളം കയറി തുടങ്ങി. റാന്നി ഇട്ടിയപ്പാറ ടൗണില് ഇതാണ് അവസ്ഥ.